ഹലോ, വെൽക്കം ടു യെല്ലോ ബണി. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പോണത് തിരൂരിക്കാണ്. എവിടെ നിന്നാണ് വാങ്ങുകയെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ AK മാളിൽ നിന്നൊക്കെ ഇരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് വാങ്ങണില്ല എന്ന് വിചാരിച്ചു. തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള വിദ്യ ബുക്ക് സ്റ്റാളിലേക്കാണ് ഞാൻ പോയത്. ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് ഞാൻ പോണത്, അതുകൊണ്ട് എന്തൊക്കെയുള്ളതെന്നൊന്നും അറിയില്ലായിരുന്നു. ബുക്ക് സ്റ്റാളിലേക്ക് പോകാൻ കാരണം എനിക്ക് NCERT +2 ബുക്ക് വാങ്ങാണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് പോയത് മെയിനായിട്ട്. അവിടെ എത്തിയപ്പോൾ ആകെ കിളിപോയ അവസ്ഥയായിരുന്നു. ഫുള്ള് സ്റ്റേഷനറി സാധനങ്ങളായിരുന്നു. സ്റ്റേഷനറി സാധനങ്ങൾ കണ്ടാൽ ഭ്രാന്ത് പിടിക്കാത്ത ആൾക്കാരുണ്ടോ? ഫസ്റ്റ് തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ കിളിപോയുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ടെക്സ്റ്റിക്കാണ് പോയത്, കാരണം ടെക്സ്റ്റാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് എനിക്ക് മലയാളം, കമ്പ്യൂട്ടർ സയൻസ് വെച്ച് ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പബ്ലിക്കിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൗച്ച്, ഹൈലൈറ്റ്, പിന്നെ സ്റ്റിക്കി നോട്ട്, ഇത് മൂന്നും വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ വാങ്ങിയപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ അതിന് ശേഷം ഞാനൊരു ഹോൾസെയിൽ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു നോട്ട് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കൂളിലേക്കുള്ള കുറച്ച് നോട്ട് ബുക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കട്ടിയില്ല ഈ ജനത പറഞ്ഞിട്ടുള്ള ബുക്കാണ് വാങ്ങിയത്. അത് 6 വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ NCERT വാങ്ങിയിട്ടുണ്ടായിരുന്നു. മലയാളം, കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ പാർട്ട് 1ഉം 2 ആയിട്ടാണ് സയൻസ് സബ്ജക്റ്റൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ചിത്രം വരയ്ക്കാൻ നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനൊരു സ്കെച്ച് ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഇത് ഡോംസിൻ്റെയാണ്. ഇതിന് 80 രൂപയെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല ബ്രൈറ്റ് പേജസൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് സ്റ്റേഷനറി സാധനങ്ങൾ കാണാം. ഫസ്റ്റ് തന്നെ ഒരു വാട്ടർ ബോട്ടിലാണ് വാങ്ങിയിരുന്നത്. ഞാൻ ഇത്രയും കാലം സ്റ്റീലിൻ്റെ ബോട്ടിലായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്ന് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ വാങ്ങിയതാണ്. പിന്നെ എൻ്റെ ബാഗും നീലയുണ്ട്, നല്ല മാച്ചാ പറഞ്ഞിട്ടാണ് നീലെടുത്തത്. അതിനുശേഷം ഈ പൗച്ചാണ് വാങ്ങിയത്. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പൗച്ചാണ്. ഇതായിരുന്നു അവിടെ ഇഷ്ടപ്പെട്ട ആകെ ഒന്ന്, അതുകൊണ്ട് അതങ്ങോട്ട് എടുത്തു. കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗി, പിന്നെ നല്ല സ്പേഷ്യസ് ആണ്. കുറേ സാധനങ്ങൾ വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ നീളമുള്ള ഒരു സ്കെയിൽ വാങ്ങി. എൻ്റെ പഴയ സ്കെയിൽ എങ്ങോട്ടോ പോയി, കാണാനില്ല. പിന്നെ ഈ ജേർണലിന് ഉപയോഗിക്കുന്ന സ്റ്റിക്കേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു 3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിക്കി നോട്ടാണ് വാങ്ങിയത്. ഇത് വലിയൊരു പാക്കാണ്. ഞാൻ എപ്പോഴും വാങ്ങുമ്പോൾ കുഞ്ഞേതൊക്കെ വാങ്ങിയിട്ടാണ് വരിക. പിന്നെ ഇപ്പോൾ വലുതില്ലാത്തതുകൊണ്ടാണ് വലുത് വാങ്ങിയത്. പിന്നെ ഒരു ഹൈലൈറ്റർ വാങ്ങി. ഇത് ഒരു യെല്ലോ ഷെയ്ഡിൻ്റെയാണ്. ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങൾ ഇതാക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞൊരു പാക്കറ്റ് ടിഷ്യൂ പേപ്പറും പിന്നെ കുറച്ച് റബ്ബറുകൾ വാങ്ങി. ഇതൊക്കെ കാണാൻ ഭംഗിക്ക് വേണ്ടി വാങ്ങി, ഇനി ഉപയോഗിക്കൊന്നുമില്ല. അതിനൊക്കെ ആകെ 5 രൂപ 10 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഷാർപ്പ്നർ മാത്രം ഇച്ചിരി വാങ്ങിയതാണ്. പക്ഷെ അപ്പുറം തുറന്നപ്പോൾ അവിടെ റബ്ബറും കൂടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് സാധനം ഇത് അച്ഛനെ സൂപ്പ് ഇട്ടിട്ട് വാങ്ങിയതാണ്. ഒരു മണി ബോക്സ് മാറ്റോ സാധനം. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.